ഹായ്, ഈ ടേബിളിൽ നമ്മുടെ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട 3 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ചാപ്റ്ററുകളിലുള്ള റിഫ്ലക്ഷൻ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ, സ്കാറ്ററിംഗ്, ഈ 5 പ്രോസസ്സുകളുടെ ഡെഫിനിഷൻ, അതിൻ്റെ എക്സാമ്പിൾ, ആപ്ലിക്കേഷൻ, ദെൻ പ്രകൃതി കാണുന്ന ഏതെങ്കിലുമൊക്കെ ഫിനോമിനോൺ ഇവ കാരണമാണോ എന്ന് ഒരു കോളമായിട്ട് നമ്മൾ പെട്ടെന്ന് ടേബിളായിട്ട് പഠിക്കുക. ഇത് നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാവുന്നതാണ്. ഇന്നതിന് കാരണം എന്താണ്, അല്ലെങ്കിൽ ഇത് എന്തിൻ്റെ എക്സാമ്പിളാണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. ഡെഫിനിഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ, റിഫ്ലക്ഷൻ അഥവാ പ്രതിപതനം. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരികെ വരുന്നു. നമുക്കറിയാം, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് റിഫ്ലക്ഷൻ. മിററിൽ കാണുന്നത് വന്ന് തട്ടി പ്രതിഫലിക്കുന്നു, അതിനാണ് പ്രതിപതനം എന്ന് പറയുന്നത്. എക്സാമ്പിളും വാഹനങ്ങളുടെ മിറർ, റിയർ വ്യൂ മിറർ, അതൊക്കെ റിഫ്ലക്ഷനാണ് പ്രോസസ്സ്. ആപ്ലിക്കേഷനൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, എന്നാൽ നമുക്കറിയാമല്ലോ. അടുത്തത് പൂർണ്ണ അന്തരപ്രതിപതനം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതിന് ഡെഫിനിഷനുണ്ട്. പ്രകാശസാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ഒരു കണ്ടീഷനാണ്. 2, ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ, പതനകോണം എന്ന് പറഞ്ഞാൽ ഇൻസിഡൻ്റ് ആംഗിൾ. ഈ 2 കണ്ടീഷനിലും ഒരു പ്രകാശരശ്മി പതിക്കുവാണെങ്കിൽ അത് റിഫ്രാക്റ്റ് ചെയ്യത്തില്ല, പകരം അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപതിക്കുന്നു. ഇതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അത് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, അക്വേറിയത്തിൻ്റെ തട്ട് ജലോപരിതലത്തിൽ പ്രതിപതിക്കുന്നു, അത് ഇതിൻ്റെ എക്സാമ്പിളാണ്. ഇനി ആപ്ലിക്കേഷൻ എന്താണ്? ചികിത്സാ രംഗത്ത് എൻഡോസ്കോപ്പി, നമ്മുടെ അകത്തെ ഓർഗൻസിൻ്റെയൊക്കെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എൻഡോസ്കോപ്പി ചെയ്യുമല്ലേ, അത്. പിന്നെ വാർത്താവിനിമയത്തിൽ, കമ്മ്യൂണിക്കേഷനിൽ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെയാണല്ലോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിലും ഏത് ഫിനോമിനാണ് യൂസ് ചെയ്യുന്നത്? ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണാന്തര പ്രതിപതനം. അടുത്തത് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. ഇത് തിരിച്ച് പ്രതിപദിക്കുന്ന കാര്യമാണ്. ഈ 2 ഇത് തിരിച്ച് പ്രതിപദിക്കുന്നില്ല. ഒരു മീഡിയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൽ നിന്ന് അടുത്ത മാധ്യമത്തിലേക്ക് കടന്നു പോകും. പക്ഷേ കടന്നു പോകുമ്പം ഒരു ദിശാവ്യതിയാനം. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ മാധ്യമത്തിൻ്റെ വിഭജന തലത്തിൽ, അതായത് സർഫസിൽ, ഒരു പാതയ്ക്ക് വ്യതിയാനം, പാത്തിനൊരു ഡീവിയേഷൻ സംഭവിക്കുന്നതാണ് റിഫ്രാക്ഷൻ. എക്സാമ്പിൾ, വെള്ളം നിറച്ച ഒരു പാത്രത്തിൽ ഒരു കോയിൻ ഇട്ടിട്ടുണ്ട്, ഒരു നാണയം ഇട്ടിട്ട് അത് എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ കൈ ഇടുന്നിടത്തായിരിക്കുകയില്ല കോയിൻ, കാരണം നമ്മൾ കാണുന്ന പോലെ ആയിരിക്കുകയില്ല, ഇച്ചിരി മാറിയായിരിക്കും കാണുന്നത്. ഇനി അടുത്തത് ഇതുപോലെ തന്നെയാണ്. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്കൊരു പെൻസിൽ, ഗ്ലാസ്സിലൊക്കെ വെള്ളം ഇട്ടിട്ട് പെൻസിലിട്ടാൽ ആ പെൻസിലൊന്ന് ഒടിഞ്ഞ പോലെ നമുക്ക് തോന്നും സർഫസിൽ, വെള്ളത്തിൻ്റെ സർഫസിൽ. അതും എന്തിൻ്റെ ഉദാഹരണമാണ്? റിഫ്രാക്ഷൻ. പിന്നെ ഇതെപ്പോഴും റിഫ്രാക്ഷൻ എന്നുള്ള പ്രോസസ്സ് ഏതിലാണ്? ലെൻസുകളിലാണ്. ഓക്കെ, ലെൻസ് ഉപയോഗിക്കുന്ന എവിടെയാണെന്നൊക്കെ നമുക്കറിയാം. ഇനി പ്രകൃതി കാണുന്ന ഏതിനെങ്കിലും എക്സാമ്പിൾ കാരണം ഇതാണെന്ന് ചോദിച്ചാൽ, നക്ഷത്രത്തിൻ്റെ മിന്നിത്തിളക്കത്തിൻ്റെ കാരണം. ഓക്കെ, അതെന്താണെന്ന് ചോദിച്ചാൽ അത് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനമാണ്. ഇനി അടുത്ത ഫിനോമിനോണാണ് പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ. എന്ന് പറഞ്ഞാൽ സമന്വിത പ്രകാശം, കോമ്പോസിറ്റ് ലൈറ്റ് ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്നു. ഈസി ആയിട്ട് നമുക്കറിയാം, വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കും? വിബ്ജിയോർ കാണും, 7 കളറായിട്ട് ഡിവൈഡ് ആവും. ആ പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? ഡിസ്പേർഷൻ അഥവാ പ്രകീർണനം. എക്സാമ്പിൾ അത് തന്നെയാണ്. സൂര്യപ്രകാശം പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോൾ 7 വർണ്ണങ്ങളായി കാണുന്നു. ഇനി അതിന് പ്രകൃതി കാണുന്നതിൻ്റെ ഉദാഹരണം അല്ലെങ്കിൽ കാരണമായിട്ട് വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ, മഴവില്ലിന് കാരണം എന്താണ്? ഡിസ്പേർഷൻ, പ്രകീർണനം. ലാസ്റ്റ് വൺ, സ്കാറ്ററിംഗ് അഥവാ വിസരണം. ഡെഫിനിഷൻ ഇതാണ്. പ്രകാശത്തിന് മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനം. ദിശാവ്യതിയാനം നമ്മൾ ഒന്ന് പറഞ്ഞു, റിഫ്രാക്ഷനെ പറഞ്ഞു. ഇവിടെ പറഞ്ഞു മാധ്യമം അല്ലെങ്കിൽ മീഡിയത്തിലെ കണങ്ങൾ, ആറ്റംസ്, മോളിക്യൂൾസ്, വാട്ടർ മോളിക്യൂൾസ് ഒക്കെ ഉണ്ട് അന്തരീക്ഷത്തിൽ, അതിൽ തട്ടിയിട്ട് ക്രമരഹിതവും ഭാഗികവും, അതായത് പലതരത്തിലുള്ള കണികകൾ കാണും അല്ലേ, അപ്പോൾ കണികൾക്കനുസരിച്ച് പലതരത്തിൽ സംഭവിക്കുന്ന വ്യതിയാനമാണ് സ്കാറ്ററിംഗ് അഥവാ വിസരണം. ഇനി അതിന് ഒരു എക്സാമ്പിളാണ് ടിൻഡൽ എഫക്റ്റ്. ടിൻഡൽ എഫക്റ്റ് പ്രതിഭാസം, അല്ലെങ്കിൽ ടിൻഡൽ പ്രഭാവം എന്ത് കാരണമാണെന്ന് ചോദിച്ചാൽ അത് വിസരണം കാരണമാണ്. ഇനി അത് പ്രകൃതി കാണുന്ന ഏതെങ്കിലും ഫിനോമിനോണിന് ഇത് കാരണമാവുന്നുണ്ടോ? ഉണ്ട്. ഉദയാസ്തമയ വേളകളിൽ സൂര്യൻ ഏത് കളറിലാണ്? റെഡ് കളറിലാണ്, ചുമപ്പ് കളറിൽ കാണപ്പെടുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിസരണത്തിനെ നമ്മൾ കണക്കാക്കുന്ന അല്ലെങ്കിൽ വിസരണത്തിൻ്റെ ഒരു
ലെവൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാരാമീറ്റർ വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് വിസരണം കുറയും. വേവ് ലെങ്ത് കുറവാണെങ്കിൽ വിസരണം കൂടുതലായിരിക്കും. അപ്പം വേവ് ലെങ്ത് കുറവുള്ള കളറുകൾ നമ്മുടെ വിബ്ജിയോറിലെ 7 കളറിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ ആ കളറുകൾക്കൊക്കെ വേവ് ലെങ്ത് കുറവാണ്. റെഡിന് ആ അറ്റത്തേക്ക് വരുമ്പോൾ കൂടും. അപ്പോൾ കുറവുള്ള കളറുകൾ ആദ്യമേ സ്കാറ്റർ ചെയ്തങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലുള്ള റെഡ് കളറിൽ ഉദയാസ്തമയ വേളകളിൽ സൂര്യൻ കാണപ്പെടുന്നത്. മാത്രമല്ല അടുത്തൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനാണ് സിഗ്നൽ ലൈറ്റുകൾ എപ്പോഴും റെഡ് കളറിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ദൂരെ നിന്നൊക്കെ നോക്കുമ്പോഴേ മറ്റ് കളറുകളൊക്കെ സ്കാറ്റർ ചെയ്ത് പോകും. ഈ റെഡ് ലൈറ്റ് മാത്രം എന്തായിരിക്കും സ്കാറ്റർ ചെയ്യാതെ നിൽപ്പുണ്ടാവും. അതുകൊണ്ടാണ് സിഗ്നൽ ലൈറ്റുകൾ റെഡ് കളറുകളിൽ ചൂസ് ചെയ്യാറ്. അപ്പോൾ ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നമ്മുടെ 5 പ്രോസസ്സുകൾ, ഇതിൻ്റെ ഡെഫിനിഷൻ, ആപ്ലിക്കേഷൻ ഉണ്ട്, എക്സാമ്പിൾ ഉണ്ട്, പ്രകൃതിയിൽ എന്തിനൊക്കെ കാരണമായാൽ എന്നത് ഏതൊക്കെയാണ് എന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു 5 എണ്ണം വെച്ചിട്ട് ഒരു ഏകദേശം 20 മാർക്ക് 1 മാർക്ക് ചോദിക്കുക, 20 മാർക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളുണ്ട് ഈ ഒരു ടേബിളിൽ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് ചോദിച്ചാലും കിട്ടും. ഓക്കെ, താങ്ക് യു.